നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച സഞ്ചാരികളുടെ സ്വപ്നഭൂമി, മറുവശത്ത് ജീവിക്കാൻ കഴിയാതെ അവിടം വിട്ട് ഉപേക്ഷിച്ചു പോകുന്ന നിസ്സഹായരായ മനുഷ്യരുടെ വാസസ്ഥലം നമുക്ക് പരിചയപ്പെടാം. മൺട്രോ തുരുത്ത്. ലോക വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്, സഞ്ചാരപ്രേമികളുടെ സ്വപ്നഭൂമിയാണ്. ശരിക്കും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്, ഞങ്ങളുടെ കൊല്ലത്താണ്. അതാണ് കായലുകളാൽ ചുറ്റപ്പെട്ട കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായ തുരുത്തുകളും തെങ്ങിൻ തോപ്പുകളും കടത്തുകാരനോട് കവിത ചൊല്ലുന്ന കാറ്റിനോട് കുശലം പറയുന്ന വയൽക്കിളികളും മാടത്തകളും തുടങ്ങി മറ്റനേകം പക്ഷികളും പാറി നടക്കുന്ന എങ്ങും പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന മൺട്രോ തുരുത്ത്. ആയിരത്തിലേറെ വർഷത്തെ പ്രാചീനത അവകാശപ്പെടാൻ കഴിയുന്ന ഈ ഗ്രാമത്തെക്കുറിച്ച് ഉണ്ണിനീലി സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഉണ്ണിനീലിക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പരുമല ക്ഷേത്രത്തിന് സമീപമുള്ള ഒറ്റക്കൽ വഴി പള്ളിയാത്തുരുത്ത് ക്ഷേത്രത്തിലെത്തി അതുവഴി കുതിരമുനമ്പ് ശിങ്കാരപ്പള്ളി വഴി അതിർത്തിയിൽ പുന്നയ്ക്ക് കിഴക്ക് വശത്തുകൂടി ത്രേസ്യാമ പള്ളി കടന്ന് വടക്കോട്ട് പോകുന്നതിന് നിർദ്ദേശിച്ചതായി താളിയോല ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. അന്ന് ഈ ഗ്രാമത്തിൻ്റെ പേര് അതിർത്തി എന്നാണ്. മൺട്രോ തുരുത്തായത് പിന്നീടാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന ഉണ്ണിത്തമ്പിയുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്ന് മനസ്സിലാക്കിയ റാണി ഗൗരി ലക്ഷ്മിഭായ് ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺട്രോയെ 1810 ദിവാനായി നിയമിച്ചു. അടിമക്കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രാകൃത നടപടികളും നിർത്തലാക്കിയ മൺട്രോ ഒരു തികഞ്ഞ മതവിശ്വാസിയായിരുന്നു. അനവധി പുരോഗമനപരമായ നയങ്ങൾ നടപ്പിലാക്കിയ മൺട്രോയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് റാണി അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യത്തിലുള്ള തുരുത്തുകളുടെ ഈ കൂട്ടം കോട്ടയം ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് നൽകിയത്. മൺട്രോയ്ക്ക് താമസിക്കുന്നതിനായി കിഴക്കേ നെന്മേനിയിൽ ഒരു ബംഗ്ലാവ് നിർമ്മിച്ചു. ആയിരത്തി 1878 പുരാതന വാസ്തുശില്പകലയിൽ നിർമ്മിച്ച ഇടച്ചാൽ പള്ളി ഇന്നും യാതൊരു കേടുപാടും കൂടാതെ അഷ്ടമുടിക്കായലിന് അഭിമുഖമായി നിലകൊള്ളുന്നു. ക്രിസ്തുമത വിഭാഗത്തിലുള്ള 1-2 കുടുംബങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നതെങ്കിലും ഇവിടുത്തെ വാർഷിക പെരുന്നാളും ഘോഷയാത്രയും നടത്തുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് മൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്ന മൺട്രോ തുരുത്ത് മാതൃകയാണ്. കേണൽ മൺട്രോ വെള്ളപ്പൊക്ക ലഘൂകരണത്തിനും നെൽകൃഷി വ്യാപനത്തിനുമായി വെട്ടിയുണ്ടാക്കിയ തോടാണ് ഇന്ന് മുതിരപ്പറമ്പ് മുതൽ മണക്കടവ് വരെ കാണുന്ന പുത്തനാറ്. തുരുത്തുകൾ ഏറ്റെടുത്ത ചർച്ച് മിഷൻ സൊസൈറ്റി മൺട്രോയുള്ള ആദരസൂചകമായി അതിന് മൺട്രോ തുരുത്ത് എന്ന പേര് നൽകി. തുരുത്തിനെ ചെറുഭൂമികളാക്കി കർഷകർക്ക് പാട്ടത്തിന് നൽകി അതിൻ്റെ ആദായം പറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ കാലക്രമേണ കർഷകർ ഭൂമി കൈമാറി നൽകാൻ തുടങ്ങിയതോടെ ചർച്ച് മിഷന്റെ ആദായം മുടങ്ങുകയും അവർ കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ഇത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാക്കിയ റാണി സേതു ലക്ഷ്മിഭായ് 1930 ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ നിന്നും മൺട്രോ തുരുത്ത് പിടിച്ചെടുക്കുകയും കൊല്ലം താലൂക്കിലെ ഒരു വില്ലേജാക്കി മാറ്റുകയും ചെയ്തു. സൊസൈറ്റിക്ക് പ്രതിവർഷം 5000 രൂപ സർക്കാർ നൽകാനും ഉത്തരവായി. 1953 ജനസംഖ്യ കുറവായിരുന്നിട്ടുകൂടി
ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ പ്രത്യേകതകൾ മനസ്സിലാക്കിയ അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സി കേശവൻ മൺട്രോ തുരുത്തിനെ ഒരു പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് രൂപം കൊണ്ടതിനു ശേഷവും സർക്കാർ പ്രതിവർഷം നിശ്ചിത തുക സൊസൈറ്റിക്ക് നൽകണമായിരുന്നു. ഇതറിഞ്ഞ ലോക്സഭയിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG 1962 ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നെഹ്റു കപ്പം നിർത്തലാക്കുകയും ചെയ്തു. മൺട്രോ തുരുത്ത് പഞ്ചായത്തിൻ്റെ ആകെ വിസ്തീർണം 13.3 ചതുരശ്ര കിലോമീറ്ററാണ്. പ്രധാനമായും സമുദ്രനിരപ്പിൽ നിന്നും 3 മുതൽ 5 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരുത്തിൽ 3 കുന്നുകളാണുള്ളത്. അതിലേറ്റവും മനോഹരമായ കുന്ന് പെരിങ്ങാലം കുന്നാണ്. അത് 18 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1991 സെൻസസ് പ്രകാരം 10,380 ജനസംഖ്യയെങ്കിലും 2011 സെൻസസ് പ്രകാരം അത് 9,440 കുറഞ്ഞു. നിലവിൽ 8,500 താഴെ മാത്രം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രധാനമായും നാളികേര കൃഷിയും 300 ഏക്കറോളം കായൽ നെൽകൃഷിയും 50 ഏക്കറിലേറെ കരനെൽകൃഷിയും തെങ്ങിന് ഇടവിളയായി വാഴയും മറ്റും കൃഷി ചെയ്തു വന്നിരുന്നു. കരകവിഞ്ഞൊഴുകി ധാരാളമായി എക്കലും മണലും എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ തെങ്ങ് കൃഷിയെയും 100 കണക്കിന് ഏക്കറിൽ വരുന്ന കായൽ നെൽകൃഷിയെയും കല്ലടയാർ പരിപോഷിച്ചു വന്നിരുന്നു. 2004 സുനാമിക്ക് ശേഷം ജലനിരപ്പ് ഉയരുന്ന പ്രവണത ഉണ്ടാവുകയും പരപ്പാർ ഡാമിൻ്റെ നിർമ്മാണത്തിനു ശേഷം കല്ലടയാറിൻ്റെ ഒഴുക്ക് നിലച്ചതും കായലിന് ഊരുജലം കയറിയും നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. സമൃദ്ധിയുടെ അടയാളമായിരുന്ന മൺട്രോ തുരുത്തിലെ തെങ്ങുംതോപ്പുകൾ ഇന്ന് തെങ്ങുകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. ഇവിടം ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഈ അപകടം മനസ്സിലാക്കി 2014 രാജ്യസഭാ അംഗമായിരുന്ന KN ബാലഗോപാൽ നിരവധി തവണ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുകയും വിദേശികളും സ്വദേശികളുമായ നിരവധി വിദഗ്ധരെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന് പരിഹാരം കാണുന്നതിനും പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശ്രമങ്ങൾ ഇന്നും തുടരുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നതിൻ്റെ ഭാഗമായി ആളുകൾ ഇവിടം ഉപേക്ഷിച്ചു പോവുകയും ആളുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ സോഫോറ, പേനക്കണ്ടൽ, കമ്മട്ടി, സ്വർണ്ണക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, പൂക്കണ്ടൽ, പീക്കണ്ടൽ, മണലമാറ, ചക്കരമുള്ള്, പന്നൽ, ഈര, കൊര, ചെല്ലി, ചെറുപൊട്ട, കടത്താളി, കലമ്പട്ടി, നോനി തുടങ്ങി 30-ലേറെ വിവിധയിനം കണ്ടലുകൾ ധാരാളമായി വളർന്നു. ഇതേ തുടർന്ന് ധാരാളം പക്ഷികൾ കൂടുകൂട്ടുവാൻ ആരംഭിച്ചു. ഇത് മൺട്രോ തുരുത്തിൻ്റെ ദൃശ്യവിസ്മയം കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് സ്വന്തം പറമ്പിലേക്കും പിന്നെ വഴികളിലേക്കും സുരക്ഷിതമെന്ന് വിശ്വസിച്ച സ്വന്തം വീടിനുള്ളിലേക്കും ഇരച്ചു കയറുന്ന ജലം, താഴ്ന്ന് വിണ്ട് കീറി ഏതു നിമിഷവും നിലമ്പത്താവുന്ന വീടുകൾ, ഉപജീവന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ജനിച്ച മണ്ണിൽ തന്നെ കഴിയാനുള്ള മോഹവുമായി തുരുത്തിനോടൊപ്പം കഴിയുന്നു. മറുഭാഗത്ത് വിനോദസഞ്ചാരികൾക്കിന്നും പറുദീസയാണ് മൺട്രോ തുരുത്ത്. സ്ഥിരതാമസത്തിന് ഭീഷണി നേരിടുമ്പോഴും ദൃശ്യവിസ്മയത്തിൻ്റെ മായാക്കാഴ്ചകൾ പ്രകൃതി ഇവിടെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. 19.3 ഹെക്ടർ കണ്ടൽ കാടുകളാണ് ഇന്ന് മൺട്രോ തുരുത്തിലുള്ളത്. കിഴക്കേക്കല്ലട പഞ്ചായത്തും പേരയവും പെരിനാടും തെക്കും ഭാഗവും തേവലക്കരയും പടിഞ്ഞാറേ കല്ലടയും അതിരു പങ്കിടുന്നു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, യാത്രകളും.